ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു ഷെയ്ക്കാണ് ഉണ്ടാക്കാൻ പോണത്. ഈത്തപ്പഴവും പാലും വെച്ചിട്ടാണ് ഷെയ്ക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈന്തപ്പഴം നല്ല സോഫ്റ്റ് ഈന്തപ്പഴമായിരിക്കണം. അത് മിക്സിയിലിട്ടിട്ട് അടിക്കുമ്പോൾ നമുക്കത് മിക്സായി വരണമല്ലോ, ശരിക്കും പേസ്റ്റ് പോലെ ആവണം. അപ്പോൾ കട്ടിയുള്ള ഈത്തപ്പഴമാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പാൽ തന്നെ കുറച്ച് എടുത്തിട്ട്, അല്ലെങ്കിൽ വെള്ളത്തിലായാലും കുഴപ്പമില്ല, ഒന്ന് വേവിച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം. കട്ടിയുള്ള ഈന്തപ്പഴമാണെങ്കിൽ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴമാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ അടിക്കാം. പിന്നെ ഹെൽത്തി ഡ്രിങ്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും നമ്മൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുടിക്കാൻ ഇഷ്ടമുണ്ടാവുള്ളൂ. കൈപ്പയ്ക്ക ജ്യൂസ് ഒക്കെ ഹെൽത്തി ഡ്രിങ്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും കുടിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ അതുപോലെ ഹെൽത്തി ഡ്രിങ്കുകൾ പലതും ഉണ്ട്. നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ഏതാണ് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ചേർക്കുക, കുടിക്കുക. എങ്ങനെയെങ്കിലും കുറച്ച് വെള്ളമയം ഈ ചൂട് കാലത്ത് ദേഹത്തിൽ എത്തുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ന് ഞാൻ ഈ ഷേക്കാണ് ഉണ്ടാക്കുന്നത്. പല ദിവസവും പല എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന ഷേക്ക് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. എല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈത്തപ്പഴം ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 2 ഗ്ലാസ് ജ്യൂസിനുള്ളതാണ് ഞാൻ കാണിക്കണത്. ഒരു 5-8 ഈത്തപ്പഴം ഞാൻ കുരു കളഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6 7 അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് വെള്ളത്തിലിടുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെയായി കിട്ടും. പിന്നെ അത് നിർബന്ധമില്ല കേട്ടോ, വേണമെങ്കിലും മതി. പിന്നെ ഒരു 1.5 ഗ്ലാസ് ഞാൻ പാലെടുത്തിട്ടുണ്ട്. തണുത്ത പാലാണ് എടുക്കുന്നത്. പാല് ഫ്രീസറിൽ വെച്ചിട്ട് ഐസാക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. ഞങ്ങൾക്ക് അത്രയും തണുപ്പ് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ തണുത്ത പാലുണ്ടാക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈത്തപ്പഴത്തിൻ്റെ മധുരം മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് മധുരം പോരാത്തവരുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഞാൻ ഈത്തപ്പഴം ഇട്ട് നോക്കിയിട്ട് അത് മധുരം പോരെങ്കിൽ മാത്രമേ പഞ്ചസാര ഇടുള്ളൂ. ഇതെല്ലാം ഈ കസ്കസ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നമുക്ക് ഈത്തപ്പഴമൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പാൽ ആദ്യം ഒഴിച്ചിട്ട് ഇതൊന്ന് അരയ്ക്കണം. അല്ലെങ്കിൽ അധികം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിടന്ന് തിരിയുള്ളൂ, വെറുതെ അരയില്ല. കുറച്ച് പാൽ ഒഴിച്ചിട്ടൊന്ന് അടിച്ചതിൻ്റെ ശേഷം നമുക്ക് ബാക്കി പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഞാനിത് അരച്ച് കൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം അരഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ബാക്കി പാലും കൂടെ മിക്സ് ചെയ്യാം. അതിനു മുമ്പ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ലേശം വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏലക്കായ വേണമെങ്കിൽ അതിടാം. പൈനാപ്പിൾ എസൻസോ അങ്ങനത്തെ എന്താ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെച്ചെങ്കിൽ അതിടാം. ഇനി ഒന്നുമില്ലെങ്കിലും ഇതുപോലെ തന്നെ കുടിക്കാനും ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ബാക്കി പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ജ്യൂസൊക്കെ ഞാൻ അടിച്ചു കൊണ്ടിട്ടുണ്ട്. ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ആക്കാം. ഇനി നമ്മൾ ആ കുതിർത്ത് വെച്ചിരുന്ന കസ്കസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് പാത്രത്തിലിട്ട് ഇളക്കുക വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, ഒന്നിച്ചിട്ട് ഇളക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് കുടിച്ച് നോക്കാം. നമ്മുടെ അടിപൊളി ജ്യൂസ് ശരിയാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇത് കണ്ടുല്ലോ അല്ലേ? നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. നമുക്ക് നല്ല ഫില്ലിങ്ങും ആയിരിക്കും. കുറേ നേരം വെച്ചിക്കാണ്ടിരിക്കും. നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ അരച്ചിട്ടില്ല, അത് കാരണം കുറേ നേരം വെച്ചിക്കാണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്കൊന്ന് കുടിച്ച് നോക്കാം. ഞാൻ വേറെ പഞ്ചാര ഇട്ടിട്ടില്ല, ഈത്തപ്പഴത്തിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഹെൽത്തി ആവുള്ളൂ. ഈത്തപ്പഴത്തിൻ്റെ മധുരം തന്നെ നല്ലോണം ഉണ്ട്. പിന്നെ വാനില എസൻസും കൂടെ ഒഴിച്ചത് കൊണ്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. തണുപ്പ് അത്രയേ ഉള്ളൂ. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച പാലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അധികം തണുപ്പ് വേണമെങ്കിൽ നിങ്ങൾ ഐസ് ഇട്ട് അടിക്കണം, അല്ലെങ്കിൽ ജ്യൂസിലേക്ക് കുറച്ച് ഐസ് ഇട്ടാലും മതി. അപ്പം അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം പോലെ തണുപ്പിച്ച് കുടിക്കുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം. വേറൊരു വീഡിയോ ആയിട്ട് വരണവരെ ബൈ.